എയ്റോ ഇന്ത്യ 2025 ഇന്ത്യക്കൊരു വമ്പൻ ഓഫർ നൽകിയിരിക്കുകയാണ് റഷ്യ. റഷ്യയുടെ 5ാം തലമുറ യുദ്ധ വിമാനത്തിന്റെ എഞ്ചിൻ ഇന്ത്യക്ക് നൽകാമെന്ന ഓഫറുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. സുഖോയ് 57 സ്റ്റെൽത്ത് ഫൈറ്ററിന് ശക്തി പകരുന്ന നൂതന AL-41 എഞ്ചിൻ ഇന്ത്യൻ വ്യോമസേന കപ്പലിലെ സുഖോയ് 30 MKIയിൽ സജ്ജമാക്കാനാണ് ഇപ്പോൾ റഷ്യ നിർദ്ദേശിച്ചിരിക്കുന്നത്. എയ്റോ ഇന്ത്യ 2025 റഷ്യ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ 272 സുഖോയ് 30 MKI ഫൈറ്റർ ജെറ്റുകളാണ് വ്യോമസേനയിലുള്ളത്. നിലവിൽ സുഖോയ് 30 MKIക്ക് ശക്തി പകരുന്നത് AL-31 എഞ്ചിനാണ്. വിശ്വാസ്യതയ്ക്കും പ്രകടനത്തിനും പേരുകേട്ട എഞ്ചിൻ തന്നെയാണ് ഇതും. 2 ഷാഫ്റ്റ് ടർബോ ഫാനാണ് ഈ എഞ്ചിനുള്ളത്. ആഫ്റ്റർ ബേർണർ മോഡൽ ഇത് ഏകദേശം 12,500 കിലോഗ്രാം പരമാവധി ത്രസ്റ്റ് സൃഷ്ടിക്കുന്നുമുണ്ട്. സുഖോയ് 30 MKI-1 ഉൾപ്പെടെയുള്ള വിവിധ സുഖോയ് വിമാനങ്ങളിൽ ഇതൊരു പ്രധാന ഘടകമാണ്. എന്നാൽ AL-41നെ അപേക്ഷിച്ച് AL-31 സാങ്കേതിക വിദ്യയിൽ വളരെയധികം കുറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു. റഷ്യ ഇപ്പോൾ നിർദ്ദേശിച്ച ഈ AL-41 എഞ്ചിൻ എന്ന് പറയുന്നത് ഇതൊരു 5ാം തലമുറ എഞ്ചിനാണ്. പുതിയ എയറോഡൈനാമിക്സും ഉയർന്ന ലോഡ് ബെയറിംഗ് ടൈറ്റാനിയം അലോയ്കളും ഉൾപ്പെടെ നൂതന വസ്തുക്കൾ ഇതിലുണ്ട്. ഇത് ടർബൈൻ ഇൻലൈറ്റ് താപനിലയുടെ ഒരു പുതിയ തലം കൈവരിക്കുകയും വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ വിമാനങ്ങളെ സൂപ്പർസോണിക് രീതിയിൽ ക്രൂയിസ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന് വർദ്ധിച്ച വായു പ്രവാഹവും കാര്യക്ഷമതയുമുള്ള ഒരു പുതിയ ലോ പ്രഷർ കംപ്രസറും മെച്ചപ്പെട്ട ബ്ലേഡ് കൂളിംഗ് സിസ്റ്റമുള്ള പുതിയ ടർബൈനും ഉപയോഗിച്ച് പ്രകടന മെച്ചപ്പെടുത്തലുകൾ കൈവരിക്കാൻ സാധിക്കും. ഇഡ്സലിയ 30 എന്നും അറിയപ്പെടുന്ന സാറ്റേൺ AL-41 F1 Su-57 ആയി രൂപകൽപ്പന ചെയ്ത ഉയർന്ന പ്രകടനമുള്ള ആഫ്റ്റർ ബേർണിംഗ് ടർബോഫാൻ എഞ്ചിനാണ്. ഇപ്പോൾ സുഖോയ് 30 MKIയിൽ ഉപയോഗിച്ചിരിക്കുന്ന AL-31 എഞ്ചിനുമായി AL-41 എഞ്ചിൻ താരതമ്യം ചെയ്യുമ്പോൾ ഈ AL-41 എഞ്ചിൻ മികച്ച ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് വ്യോമ പോരാട്ടങ്ങളിൽ പ്രത്യേകിച്ച് അതിവേഗം നീക്കങ്ങളിലും ഉയർന്ന ഉയരങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഈ എഞ്ചിൻ മികച്ച ഇന്ധനക്ഷമതയും നൽകുന്നു. ഈ എഞ്ചിൻ വൈവിധ്യമാർന്ന പരിതസ്ഥിതികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് AL-41 ഉയർന്ന പ്രകടനശേഷിയുള്ള വിമാനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് എടുത്തു പറയേണ്ടത് AL-41 എഞ്ചിൻ സംയോജിപ്പിച്ചിരിക്കുന്ന സുഖോയ് 57 ആണ്. ഈ സുഖോയ് 57 എന്നത് ഒരു 5ാം തലമുറ യുദ്ധ വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ സുഖോയ് 30 MKIയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സുഖോയ് 30 MKIയെ ഒരു 5ാം തലമുറ നിലവാരത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. ഈ എഞ്ചിൻ സംയോജിപ്പിക്കുന്നത് മൂലം ഈ വിമാനങ്ങളുടെ വേഗത, ചടുലത, മൊത്തത്തിലുള്ള ദൗത്യ ഫലപ്രാപ്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്തും. റഷ്യയുടെ ഇപ്പോഴത്തെ ഈ ഓഫർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള റഷ്യയുടെ പ്രതിബദ്ധത മാത്രമല്ല, ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കളും റഷ്യൻ സാങ്കേതിക ദാതാക്കളും തമ്മിലുള്ള വഴികൾ തുറക്കുന്നതിന് ഒരു അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശം എന്നത് ഈ പുതിയ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിലും സ്ഥാപിക്കുന്നതിലും ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തെ ഉൾപ്പെടുത്തുക എന്നതാണ് റഷ്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് തദ്ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ നയവുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും അമേരിക്ക അവരുടെ 5ാം തലമുറ യുദ്ധ വിമാനമായ F-35 ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ റഷ്യ ആവട്ടെ അവരുടെ 5ാം തലമുറ യുദ്ധവിമാനമായ Su-57ഉം അതിന്റെ എഞ്ചിനും സാങ്കേതിക വിദ്യയുമാണ് ഇന്ത്യക്ക് മുന്നിൽ വെച്ച് നീട്ടിയിരിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.